ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ നാട്ടിലെ എ സിയിൽ സാധാരണ നോർമൽ എ സിയിൽ കപ്പാസിറ്റർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതോ ഫാനാണെങ്കിലും കംപ്രസറിനാണെങ്കിലും. എന്നാൽ ചില മോഡൽസിന് കോണ്ടാക്റ്റൊക്കെ വരുന്നുണ്ട്. സിംഗിൾ ഫേസിനാണ് എന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് പുറത്തുള്ള അഥവാ ഗൾഫിലൊക്കെ ഉള്ള എ സിയാണ് എല്ലാ മോഡൽസിനും വരുന്നുണ്ട്. ഇപ്പോൾ മിസ്തുബിഷി ആണെങ്കിലും മോജനാറിലാണെങ്കിലും ഒക്കെ. പക്ഷേ അത് നാട്ടിലെ നോർമൽ എ സി വെച്ച് നോക്കുമ്പോൾ LG വോൾട്ടാസ്, ഇംപെക്സ് അങ്ങനത്തെ നോർമൽ എ സി വെച്ച് നോക്കുമ്പോൾ അതിനൊന്നും സാധാരണയായിട്ട് കോണ്ടാക്റ്റ് വരാറില്ല. ചില എ സികൾക്ക് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ കോണ്ടാക്റ്റിൻ്റെ വയറിങ് എങ്ങനെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ എൻ്റെ ഖത്തറിലുള്ള ഫ്രണ്ട് അയച്ചു തന്ന ഫോട്ടോയാണ്. ആ ഫോട്ടോ മുഖേന അതിൻ്റെ കളർ ഫോട്ടോ സെറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അത് മുഖേന എനിക്ക് വിശദീകരിച്ച് തരാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിന് റീപ്ലൈ തരുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, 240 അഥവാ 240 വോൾട്ടിൻ്റെ കോണ്ടാക്ടറാണ്. സാധാരണയായിട്ട് നോർമലായിട്ട് രണ്ട് തരം കോണ്ടാക്ടർ വരും. 24-നും അഥവാ 24 വോൾട്ടിൻ്റെയും 240 വോൾട്ടിൻ്റെയും കോണ്ടാക്ടർ വരും. നമ്മുടെ എ സിയിൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് ഏത് വോൾട്ടിൻ്റെ കോണ്ടാക്ടറാണോ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ആ കറക്റ്റ് വോൾട്ട് തന്നെ നമ്മൾ മാറ്റിയിടുക. കാരണം 240 പകരം 24 മാറ്റിയിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നെ സ്പോട്ടിൽ സാധനം ഓണാക്കുമ്പോൾ തന്നെ അങ്ങനെ ഷോർട്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ വയറിങ് എങ്ങനെയാണെന്ന് ഞാൻ വേറെ ഫുള്ളായിട്ടുള്ളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിൽ കാര്യമായിട്ട് വിശദീകരിച്ച് തരാം. ഈ കാണുന്നത് ഫസ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഇല്ലറ്റാണ്. ഇത് നമ്മുടെ ഓജനറലിൻ്റെ ഔട്ട്ഡോറാണ്. ഈ നമ്മുടെ ഡൈക്കിനൊക്കെ പോലത്തെ മോഡൽ അഥവാ ഔട്ട്ഡോറിലേക്ക് സപ്ലൈ വരുന്ന മോഡലാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഫുൾ വയറിങ് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിച്ച് തരാം. ഈ വന്നിട്ടുള്ളത് 240 വോൾട്ടാണ്. അഥവാ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഫേസ്, സെക്കൻഡ് ന്യൂട്രൽ. എർത്ത് കൊടുത്തിരിക്കുന്നത് നേരെ ബോഡിയിലേക്കാണ്. പിന്നെ അടുത്ത വയറുള്ളത് ഫേസും ന്യൂട്രും അഥവാ ഇൻഡോറിലേക്ക് പോകുന്ന ഫേസും ന്യൂട്രാണിത്. ഈ എർത്ത് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഇൻഡോറിലേക്ക് പോകുന്നതിൻ്റെ എർത്ത് കൊടുക്കുന്നത് അത് എർത്തിലല്ല കൊടുത്തത്, നമ്മൾ സിഗ്നലിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ സിഗ്നൽ നേരെ പോയിക്കുന്ന എവിടെയാണെന്ന് നോക്കാം. നമ്മുടെ കോണ്ടാക്റ്റിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ എന്ത് പണി, ഇത് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് അഥവാ നമ്മൾ AC ഓണാക്കിയതിന് ശേഷം ഇൻഡോറിൽ നിന്ന് 3 മിനിറ്റ് കഴിഞ്ഞ് ഔട്ട്ഡോറിലേക്ക് സപ്ലൈ പോയാൽ നേരെ ഈ സിഗ്നലിലേക്ക് സപ്ലൈ എത്തും. അത് കോണ്ടാക്റ്റിലേക്ക് സപ്ലൈ എത്തും. അപ്പോൾ കോണ്ടാക്റ്റിൽ നിന്ന് സിഗ്നൽ വഴി ഫേസ് ഇവിടെ എത്തി കോണ്ടാക്റ്റിലേക്ക്. ന്യൂട്രൽ നമ്മൾ ഇവിടുന്ന് ലിങ്ക് ആയിട്ട് പോകും. അഥവാ ഇവിടുന്ന് ഒരു ലൂപ്പ് കണക്ഷൻ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, വൈറ്റ് വയർ, അതാണ് ന്യൂട്രലിൻ്റെ ലിങ്ക്. അത് നേരെ നമ്മുടെ കോണ്ടാക്റ്റിലേക്ക് എത്തി. അപ്പോൾ എന്ത് പണി, 240 വോൾട്ട് ഓൾറെഡി നമ്മുടെ കോണ്ടാക്റ്റിന് കിട്ടി. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കോണ്ടാക്റ്റിലേക്ക് ഡയറക്റ്റ് നമ്മൾ കോമൺ ആണ് സപ്ലൈ കൊടുക്കുന്നത്. ഈ കംപ്രസറിൻ്റെ ബ്ലാക്ക് വയറാണ് കോമൺ, വൈറ്റ് വയർ സ്റ്റാർട്ടിങ്ങും റെഡ് വയർ റണ്ണിങ്ങുമാണ്. അതേപോലെ തന്നെ സെയിം തന്നെയാണ് ഈ ക്ലിപ്പിൽ നിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫാനിൻ്റെ വയറാണ്. റെഡ് വയർ കോമണും വൈറ്റ് വയർ റണ്ണിങ്ങും ബ്ലാക്ക് വയർ സ്റ്റാർട്ടിങ്ങുമാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, കോമൺ ഡയറക്റ്റ് സപ്ലൈയിലേക്ക് പോകും. സ്റ്റാർട്ടിങ് കപ്പാസിറ്ററിലേക്ക് വരും, അഥവാ കപ്പാസിറ്ററിലേക്ക് സപ്ലൈ ഇല്ലാത്ത പോയിന്റിൽ നമ്മൾ കൊടുക്കുക. റണ്ണിങ് സപ്ലൈ ഉള്ള പോയിന്റിലാണ് കൊടുക്കേണ്ടത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. കപ്പാസിറ്ററിൻ്റെ വയറിങ് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ അപ്പോൾ നമുക്ക് ഈ കോണ്ടാക്റ്റിലേക്ക് 240 വോൾട്ട് കിട്ടി. പിന്നെ ഇതിൽ നിന്ന് ഒരു ഫേസ് ഇതിലേക്ക് പോകുന്നുണ്ട് ഡയറക്റ്റായിട്ട്. അഥവാ ഈ ഇല്ലറ്റിൽ നിന്ന് തന്നെ ഈ ബ്ലാക്ക് വയർ പോകുന്നത് നേരെ കോണ്ടാക്റ്റിലേക്കാണ്. ഫേസ് എന്തായി ഇവിടെ കിട്ടി. ഇതിൽ നിന്ന് നേരെ ഔട്ട് പോകുന്നത് നമ്മുടെ കംപ്രസറിൻ്റെ കോമണിലേക്കും ഫാനിൻ്റെ കോമണിലേക്കുമാണ്. അപ്പോൾ എന്തായി, കംപ്രസറിൻ്റെ കോമണിലും ഫാനിൻ്റെ കോമണിലേക്കും ഫേസ് കിട്ടി. ന്യൂട്രൽ നമ്മുടെ കപ്പാസിറ്റർ വഴി പോവുകയും ചെയ്തു. അങ്ങനെ എന്ത് പറയുന്നു, ഫാനും കംപ്രസറും 240 വോൾട്ട് കിട്ടുമ്പോൾ സാധനം ഓണാവും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. ഇത് ഞാൻ സിംഗിൾ പോൾ കോണ്ടാക്റ്റാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. സാധാരണ നോർമലായിട്ട് ഇപ്പോൾ സ്പ്ലിറ്റ് കേസിൽ ആൾക്കാരൊക്കെ ഇത് തന്നെയാണല്ലോ യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യട്ടോ, ഞാൻ അതിന് റീപ്ലൈ തരാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, കോണ്ടാക്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഇതിപ്പോൾ സിഗ്നലാണ്. നമ്മൾ ഇൻഡോറിൽ നിന്ന് വരുന്ന സിഗ്നൽ നേരെ ഈ ലൈനിൽ കൊടുത്തു. ഈ ന്യൂട്രൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫസ്റ്റ് സപ്ലൈ വരുന്നത്, ഈ ലൂപ്പ് ചെയ്തിട്ട് ഈ വൈറ്റ് വയർ ന്യൂട്രൽ ഇവിടെ എത്തി. അപ്പോൾ ഓൾറെഡി 240 വോൾട്ട് കോണ്ടാക്റ്റിന് കിട്ടി.
നമ്മൾ ഓൾറെഡി ഈ പോയിന്റിൽ ഫേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് പണി, ഫേസ് ഓൾറെഡി പാസ്സായി പോകും. ജസ്റ്റ് ഇപ്പോൾ എന്താ ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ ജസ്റ്റ് ഒരു ഡോർ വെച്ച റൂം പോലത്തെ ഒരു സിസ്റ്റം, അങ്ങനെ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ മതി. കാരണം ഇതിലേക്ക് സപ്ലൈ കൊടുക്കാൻ നമ്മൾ ഒരാളെ വെക്കുക, അങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ് ഈ കോണ്ടാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഇതിന് ഷോർട്ടാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈ ക്യാപ്പ് അഴിച്ച് നോക്കിയാൽ അറിയാം അത് കരിഞ്ഞു പോയിട്ടുണ്ടോ ഷോർട്ടായിട്ടുണ്ടോ എന്നുള്ളത്. ഇത് ഫാൻ്റെ കപ്പാസിറ്റർ, ഈ ബ്ലാക്ക് വയർ സ്റ്റാർട്ടിങ്, വൈറ്റ് വയർ റണ്ണിങ്, റെഡ് വയർ കോമൺ. അതേപോലെ തന്നെ ഇത് കംപ്രസറിൻ്റെ വയർ, ബ്ലാക്ക് വയർ കോമൺ, റെഡ് വയർ സ്റ്റാർട്ടിങ്, വൈറ്റ് വയർ റണ്ണിങ്. റണ്ണിങ്ങിലേക്കായിരിക്കും നമ്മൾ സപ്ലൈ കൊടുക്കുക. ആ സപ്ലൈ കൊടുക്കുന്ന പോയിന്റിൽ തന്നെയാണ് നമ്മൾ കപ്പാസിറ്ററിൽ റണ്ണിങ് കൊടുക്കേണ്ടത്. സിംഗിളായിട്ടുള്ളത് നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കുക, കോമൺ നേരെ ഡയറക്റ്റ് സപ്ലൈയിലേക്കും പോകും. ഇത് കോണ്ടാക്റ്റ് ഇല്ലാത്ത എ സിയും സെയിം ആണ്. കപ്പാസിറ്ററിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എ സി മെക്കാനിക്കിന് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് അടിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.